പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും ഡിവൈൻ വോയിസിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ആഗമന കാലത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടിയും അതുപോലെ തന്നെ യേശുവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടിയും ഒരുങ്ങുന്ന സുന്ദരമായ ദിവസങ്ങളാണ്. യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങൾ, യേശുവിൻ്റെ പിറവിക്ക് വേണ്ടി ആത്മീയമായി ഒരുങ്ങി കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിനോട് അല്ലെങ്കിൽ ഈ ദിവസങ്ങളോടുകൂടി ഈ ഒരു ആരാധനാ ക്രമത്തിലെ ഈ ഒരു ആഗമന കാലത്തോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ഇന്നത്തെ വചന വിചിന്തനത്തിലേക്ക് കടക്കാം എന്ന് കരുതുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്കുകളോട് ചേർന്നാണ് നമ്മളിന്ന് ധ്യാനിക്കുക. അപ്പോൾ ഈ ഒരു നല്ല ഒരു ഒരുക്കത്തിന് വേണ്ടി ഈ ഒരു ചിന്ത നമ്മളെ സഹായിക്കട്ടെ, ഈ വചനം നമ്മളെ സഹായിക്കട്ടെ. വചനം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണം എന്ന് അഗസ്റ്റസ് സീസറിന് കൽപ്പന പുറപ്പെട്ടു. ക്വീരിനോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും തങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്ത് നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടി പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. യേശുവിൽ സ്നേഹമുള്ളവരെ, ഈ ഒരു വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വചനഭാഗത്തോട് ചേർത്ത് വയ്ക്കുന്ന വിചിന്തനം ഗ്രഹിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ്. ക്രിസ്തുമസ് കാലമാണല്ലോ, അല്ലെങ്കിൽ ആഗമനകാലമാണല്ലോ. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആണെന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവായ ആശയമാക്കി നിങ്ങൾ ഉൾക്കൊള്ളരുത്. ക്രിസ്തുമസ് ഈസ് എ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുതും, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ തിരുനാളാണ്. നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കാം. അതെങ്ങനെ എത്രത്തോളം ആ ചിന്ത പോകുമെന്ന് നമുക്ക് നോക്കാം. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ തിരുനാളാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെയും പറയാം, നമ്മളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ അതൊരു ക്രിസ്തുമസ് ആകും. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ യേശു പിറക്കും. നമ്മളൊക്കെ വീടുകളിൽ കണ്ടും അറിഞ്ഞും ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ് ക്രിസ്തു നമ്മളിൽ പിറക്കുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആശയമല്ല, അച്ഛൻ ഉദ്ദേശിച്ചതൊരു പോസിറ്റീവ് ആശയമാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള ഒരു വാക്കിൻ്റെ മലയാളം രൂപത്തിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കുറച്ച് വ്യത്യസ്തമായ വാക്കുകളാണ്. അതിങ്ങനെയൊക്കെയാണ്: ക്രമീകരിക്കുക, ശരിപ്പെടുത്തുക, തിട്ടപ്പെടുത്തുക, അനുയോജ്യമായ മാറ്റം വരുത്തുക.
അത് ഇത്തിരി കൂടി ആശയത്തിരി അകന്നു പോകണ പോലെ തോന്നും. പക്ഷേ എങ്കിലും ഇംഗ്ലീഷിൽ എടുക്കുമ്പോഴേക്ക് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ, അതാണ് കുറെ കൂടി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു വാക്യം. അഡ്ജസ്റ്റ്മെൻറ്റ്, ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് അച്ഛനിങ്ങനെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ തിരുനാളാണ് ക്രിസ്തുമസ് എന്ന് തോന്നാനുള്ള കാരണം വേറൊരു കാര്യമുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ വചനം വായിച്ചതും. ഒരു പണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് കണ്ട ഒരു സിനിമയുടെ ചില ഭാഗങ്ങളാണ് അച്ഛനിങ്ങനെ ചിന്തിക്കാൻ പ്രേരണയായ കാര്യം. അത് വേറെ ഒന്നുമല്ല, 2006 പുറത്തിറങ്ങിയ കാതറിൻ ഹാർട്ട്വിക്കിൻ്റെ ദ നേറ്റിവിറ്റി സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടതോർമ്മയുണ്ട്. ആ ഒരു സിനിമയുടെ ചില രംഗങ്ങളാണ് കുറേ ആഴത്തിൽ ചിന്തിക്കാനും ഇങ്ങനെ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ കുറേ അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ തിരുനാളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ദ നേറ്റിവിറ്റി സ്റ്റോറി എന്ന് പറഞ്ഞാൽ, നേറ്റിവിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ജനനമെന്ന. ഇപ്പം ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സ്റ്റോറി, കഥ, അതാണ് ആ സിനിമയുടെ ഉൾക്കാഴ്ച. വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയാണത്. ഈ ഒരു ആഗമന കാലത്തിൽ നമ്മളെല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഒന്നുമില്ലെങ്കിലും നമ്മൾ യൂട്യൂബിൽ കയറി ദ നേറ്റിവിറ്റി സ്റ്റോറി മൂവി എന്ന് അടിച്ചു കൊടുത്താൽ നമുക്കത് കിട്ടും. വളരെ രസകരമായ ഒരു സിനിമയാണത്. 2006 അമേരിക്കയിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. വർഷങ്ങളായി എങ്കിലും പോലും വളരെ പ്രസക്തിയുള്ള സിനിമയാണ്. ഈ സിനിമയിൽ 2-3 കാഴ്ചകളാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അച്ഛൻ്റെ മനസ്സിൽ ഒരു ചിന്ത വരാൻ കാരണം. അതിൽ 3 കാഴ്ചപ്പാടുകൾ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കുകയാണ്. ഈ സിനിമയുടെ പ്രധാന ആശയമെന്ന് പറഞ്ഞാൽ, വിശുദ്ധ യൗസപിതാവും പരിശുദ്ധ കന്യകാമറിയവും പേര് എഴുതിക്കുവാനായിട്ട് അവർ ഗലീലയിൽ നിന്ന് എങ്ങോട്ട് ബത്ലഹേമിലേക്കുള്ള യാത്രയാണ് ഇതിൻ്റെ പ്രധാന ആശയം. യാത്ര ചെയ്തു, ബത്ലഹേമിൽ പോയി യേശുവിന് ജന്മം നൽകുന്ന ഭാഗം, അതാണ് ഇതിൻ്റെ പ്രധാന ആശയം. അങ്ങനെ ഇരിക്കെ അതിൽ കണ്ട 3 കാഴ്ചകളാണ്. രസകരമാണ്. അച്ഛനത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലൊന്ന് കാണണം ഈ കാഴ്ചകൾ. ഇങ്ങനെ പൂർണ്ണ ഗർഭിണിയായ പരിശുദ്ധ അമ്മയെയും കൊണ്ട് വിശുദ്ധ യൗസപിതാവ് യാത്ര തുടങ്ങിയാണ്. ഒന്നാമത്തെ ആശയമാണ് പറയുന്നത്. അങ്ങനെ ഗർഭിണിയായ പരിശുദ്ധമ്മ ഒരു കഴുതയുടെ പുറത്ത് ഇരുന്നു കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോഴേക്കും പരിശുദ്ധമ്മ മാത്രമാണ് ഇരുന്ന് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ യൗസപിതാവ് നടക്കുന്നു, കഴുതയും നടക്കുന്നു. അങ്ങനെ അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്തിരുന്ന് വിശ്രമിച്ചൊക്കെയാണ് പോകുന്നത്. അങ്ങനെ അവർ കൊണ്ടുവരുന്ന അപ്പം, അത് നമ്മൾ ബ്രെഡ് എന്ന് പറയുന്നതല്ല, നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പരത്തി ഉണ്ടാക്കുന്ന ഒരു അപ്പത്തിൻ്റെ മോഡലാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. അങ്ങനെ ആകെ പകുതി അപ്പമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പകുതി അപ്പത്തിൽ പകുതി എടുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് യൗസപിതാവ് കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി എടുത്ത് ഒരു കഷ്ണം കടിച്ചിട്ട് യൗസപിതാവ് പരിശുദ്ധ അമ്മ ഒന്ന് തിരിയുമ്പോഴേക്കും ബാക്കിയുള്ള അപ്പം എടുത്ത് തൻ്റെ പിറകിൽ ഒരു സഞ്ചിയിലേക്ക് വെക്കുന്നുണ്ട്. രസകരമായ കാഴ്ചയാണത്, നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. എന്നിട്ട് പരിശുദ്ധമ്മ പിന്നെ വിശ്രമിക്കുമ്പോഴേക്കും താൻ മാറ്റിവെച്ച അപ്പക്കഷ്ണം എടുത്തുകൊണ്ട് തൻ്റെ കൂടെ വന്ന കഴുതയ്ക്ക് യൗസപിതാവ് കൊടുക്കുന്നതായിട്ട് കാണുന്നത്. വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണത് കാണുന്നത്. കാരണം താൻ അപ്പം കഴിക്കാതെ മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധമ്മയെ ചുമക്കുവാൻ വേണ്ടി കഴുതയ്ക്ക് ആരോഗ്യം വേണം, അതിന് ശക്തി വേണം, ഇനിയും കുറേ യാത്ര ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഈ അപ്പക്കഷ്ണമെടുത്ത് കഴുതയുടെ വയറ് നിറയ്ക്കാൻ വേണ്ടി സ്വയമേ അഡ്ജസ്റ്റ് ചെയ്യുന്ന യൗസപിതാവിനെയാണ് കാണുന്നത്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലേ, തൻ്റെ വയറ് വിശന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പരിശുദ്ധമ്മയെ ഉണ്ണിയേശുവിനും, അതായത് പരിശുദ്ധമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന യേശുവിനെയും വഹിക്കാനുള്ള കഴുതക്കുട്ടിയെ ശക്തിപ്പെടുത്തുന്ന യൗസപിതാവ്. എന്ത് രസകരമായിട്ടുള്ളൊരു ആശയമാണ്, എന്ത് രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നാണ്, യൗസപിതാവിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നാണ് ഇവിടെ ഉണ്ണീശോ
ബെത്ലഹേമിൽ പിറക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാഴ്ച. ഇതുപോലെ തന്നെ രസകരമായിട്ടുള്ള രണ്ടാമത്തെ ഒരു കാഴ്ചയുണ്ട്. ഇവര് നമുക്കറിയാം, ആ ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ ബെത്ലഹേമിലേക്കുള്ള യാത്ര കല്ലും മണ്ണും ചെറിയ കുന്നും ചെറിയ അരുവികളൊക്കെ, വലിയ പുഴയല്ല, ചെറിയ ചെറിയ അരുവികളൊക്കെ ചേർന്നതാണ്. ആ സിനിമയിൽ വളരെ വ്യക്തമായിട്ടത് കാണിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ അമ്മ കഴുതപ്പുറത്തിരുന്നു കൊണ്ട് ഒരു ചെറിയ അരുവി അവർ മുറിച്ച് കടക്കുകയാണ്. അപ്പോൾ കഴുതയുടെ പകുതിയോളം വെള്ളത്തിലായി. അങ്ങനെ നിങ്ങൾ ആ കാഴ്ച ഒന്ന് മനസ്സിൽ കാണുക. അപ്പം അങ്ങനെ യൗസപിതാവിൻ്റെ സഹായത്തോടു കൂടി കഴുത അങ്ങനെ തപ്പിയും തടഞ്ഞുമൊക്കെ കാഴ്ച നമുക്ക് കിട്ടുന്നില്ല, കാരണം വെള്ളമാണ്, കാല് വെക്കുന്ന പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അരുവിലൂടെ ഒരു പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് വളരെ സ്പീഡിൽ പോകുന്നുണ്ട്. ആ പാമ്പിനെ കണ്ട ഉടനെ ഈ കഴുത പേടിച്ചൊന്നു കുതറുന്നുണ്ട്. കുതറുമ്പോഴേക്ക് അറിയാമല്ലോ, പരിശുദ്ധമ്മ ഗർഭിണിയാണ്, കഴുതപ്പുറത്തിരിപ്പുണ്ട്. അങ്ങനെ പെട്ടെന്ന് ആ കഴുത ഇങ്ങനെ അനങ്ങുമ്പോഴേക്കും, കുതറി ഇങ്ങനെ അനങ്ങുമ്പോഴേക്കും പരിശുദ്ധമ്മ, ഗർഭിണിയായ പരിശുദ്ധമ്മ മറിഞ്ഞ് ആ ഒരു അരുവിയിലേക്ക് വീഴുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നമുക്ക് മനസ്സിന് ഭയങ്കര ടെൻഷനോടുകൂടി കണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ വീഴുന്ന പരിശുദ്ധ അമ്മ അരുവിയിലൂടെ ഒന്ന് ഒഴുകി കുറച്ചങ്ങോട്ട് നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ പുറകെ നീന്തി ചെന്ന് യൗസപിതാവ് പരിശുദ്ധമ്മ ഗർഭിണിയായ പരിശുദ്ധമ്മയെ എടുത്ത് കയറ്റി തൊട്ടടുത്ത് കരയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു പരിശ്രമം അവിടെ നടത്തുന്നുണ്ട്. നമ്മൾ ഈ കാഴ്ചകളൊക്കെ ആ ഒരു സിനിമയിൽ കാണുമ്പോഴേക്ക് വളരെ ഹൃദയ ഭേദകമായ രീതിയിലാണ്, വളരെ സങ്കടത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പോൾ എത്രത്തോളം അഡ്ജസ്റ്റ്മെൻറ്റ് പരിശുദ്ധമ്മയും വിശുദ്ധ യൗസപിതാവും അവിടെ കാണിക്കുന്നുണ്ട്. തൻ്റെ തിരുക്കുമാരന് ജന്മം നൽകാൻ വേണ്ടി ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവരുടെ ജീവിതത്തിൽ ബെത്ലഹേമിലേക്കുള്ള യാത്രയിൽ അവർ കുറേയേറെ ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത് കണ്ട ഒരു കാഴ്ച കൂടി നമ്മൾ പങ്കുവെക്കുകയാണ്. ഇങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധ അമ്മ മാത്രമാണ് കഴുതപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്നത്. യൗസപിതാവ് നടക്കുന്നു, കഴുതയും നടക്കുന്നു. അങ്ങനെ ഇടയ്ക്ക് ഒരു റെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അരുവിയുടെ ഇരിക്കുമ്പോഴേക്കും തളർന്ന് യൗസപിതാവ് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഉറങ്ങിപ്പോവുകയാണ്. ആള് അതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലാതെ ഉറങ്ങിപ്പോവുകയാണ്. പരിശുദ്ധമ്മ ഒറ്റയ്ക്കാണ്. പക്ഷേ നമ്മളവിടെ കാണുന്നൊരു കാഴ്ച, ഇപ്പോൾ കല്ലും മണ്ണും ചെളിയൊക്കെ നടഞ്ഞ ഇടമായതുകൊണ്ട് പരിശുദ്ധ അമ്മ അരുവിയോട് ചേർന്ന് നിന്നുകൊണ്ട് അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് അഴുക്കും ചെളിയുമൊക്കെ പുരണ്ട യൗസപിതാവിൻ്റെ കാൽപാദം ഇങ്ങനെ വെള്ളത്തിൽ മുക്കി തുണി കൊണ്ട് തുടക്കുന്നുണ്ട്. വളരെ രസകരമായ, നമ്മൾ ഇത്തിരി ആഴത്തിൽ പറഞ്ഞാൽ കുറേ കൂടിയൊക്കെ റൊമാൻറ്റിക്കായ, ഒരു വിശുദ്ധി തുളുമ്പുന്ന, ഒരു കരുണയുടെ, അല്ലെങ്കിൽ എന്നെ വഴി നടത്തുന്ന എൻ്റെ ഭർത്താവിൻ്റെ കാല് തുടച്ച് വൃത്തിയാക്കുന്ന ഒരു കാഴ്ച. ആ കാഴ്ച ആദ്യം അച്ഛൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് യേശുനാഥൻ തിരുവത്താഴ വേളയിൽ ശിഷ്യന്മാരുടെ കാല് കഴുകിയ ഒരു കാഴ്ചയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഓർക്കുക, പരിശുദ്ധമ്മയും ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. യൗസപിതാവിൻ്റെ കാലൊക്കെ ഇങ്ങനെ വൃത്തിയായി തുടച്ച്, ഒരു പക്ഷെ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന പരിശുദ്ധമ്മ. അപ്പോൾ ഈ ഒരു 3 കാഴ്ചകൾ വളരെ വളരെ രസകരമായിട്ട് തോന്നി, വളരെ ഹൃദയത്തെ തൊടുന്ന കാഴ്ച. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് അച്ഛൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ തിരുനാളാണ്. അതായത് പരിശുദ്ധമ്മയും വിശുദ്ധ യൗസപിതാവും കുറേയേറെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത ഒരു തിരുനാളാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അങ്ങനെ അവർ യാത്ര ചെയ്ത് ബെത്ലഹേമിൽ വന്ന് ഒരു തൊഴുക്കൂട്ടിൽ ഈശോയ്ക്ക് ജന്മം നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങളോട് പങ്കുവെക്കുമ്പോഴേക്കും ഈ ഒരു ആഗമന കാലത്ത് യേശുവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ട് 4 ഞായറാഴ്ചകൾ ഉൾപ്പെടെ 25-27 ദിവസങ്ങൾ തിരുസഭ നമുക്ക് നൽകിയിരിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമുക്കൊക്കെ കുറച്ചെങ്കിലും കൂടെയുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓർക്കുക, ഞാൻ ഹൃദയം തുറന്ന്
എൻ്റെ കൂടെയുള്ളവരോടൊത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ക്രിസ്തുമസ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചിന്തയാണ് അച്ഛൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. കുടുംബത്തിൽ, വീടുകളിൽ, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, നിങ്ങൾ എവിടെയായാലും നിങ്ങൾ ഹൃദയം തുറന്ന് കൂടെയുള്ളവർക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, ഒന്ന് താന്നു കൊടുക്കുമ്പോഴും ഒന്ന് ക്ഷമിക്കുമ്പോഴും ഒന്ന് മാറിക്കൊടുക്കുമ്പോഴും ഒക്കെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഇടയിൽ ക്രിസ്തു ജനിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു അനുഭവം എടുത്ത് നമ്മൾ എത്ര പേര് നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്? ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും സ്വാർത്ഥരായി പോകുന്നില്ലേ? മറ്റുള്ളവരെല്ലാവരും എന്നോട് അഡ്ജസ്റ്റ് ചെയ്യണം, പക്ഷെ ഞാൻ പലപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റും? അല്ലെങ്കിൽ എത്ര പേർക്ക് അങ്ങനെയല്ല അച്ഛ എന്ന് പറയാനായിട്ട് സാധിക്കും? അതുകൊണ്ട് അച്ഛൻ വീണ്ടും വീണ്ടും ആവർത്തിക്കണേണ്, ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ്ലി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു തിരുനാളാകണം. എവിടെയൊക്കെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം യേശുനാഥൻ പിറക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്തില്ലെങ്കിൽ അതൊരു പോരായ്മയാണ്. കുറേ നാൾ മുമ്പ്, എനിക്ക് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ക്രിസ്തുമസിനെ കുറിച്ചുള്ള ചില സന്ദേശങ്ങൾ കണ്ടപ്പോഴേക്കും, വീഡിയോ ക്ലിപ്പുകളിലൂടെ കണ്ടപ്പോഴേക്കും, ക്രിസ്തുമസ് ഇസ് എ ഗീവിങ് എന്നുള്ളൊരു ആശയം കണ്ടു. ക്രിസ്തുമസ് ഇസ് എ ഗീവിങ് എന്ന് പറഞ്ഞാൽ, ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ കൊടുക്കലാണ്. അതുകൊണ്ട് എത്ര നല്ല സുന്ദരമായ ആശയമാണ്. അപ്പം ഞാൻ എനിക്കുള്ളത് ഇല്ലാത്തതല്ല, എനിക്കുള്ളത് ഞാൻ എൻ്റെ കൂടെയുള്ളവരുമായിട്ട് പങ്കുവെക്കലാണ് ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ. ക്രിസ്തുമസ് ഇസ് എ ഗീവിങ്, കൊടുക്കലാണ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇന്നത്തെ ആശയം പറഞ്ഞ പോലെ പങ്കുവെക്കലാണ് നമ്മുടെ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യലാണ് നമ്മുടെ ഇടയിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ധ്യാന ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ഒരു ആഗമന കാലത്ത് നമുക്ക് തീരുമാനമെടുക്കാം, യേശുവേ, ഏറ്റവും നല്ല രീതിയിൽ കുടുംബത്തിന് വേണ്ടി, കൂടെയുള്ളവർക്ക് വേണ്ടി, സഹപ്രവർത്തകർക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, ബന്ധുമിത്രങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ എന്നിവർക്ക് വേണ്ടിയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്കൊക്കെ പറ്റണം. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് കോട്ടയത്ത് പയസ് മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ ചെറിയൊരു വീഡിയോ കണ്ടതിൻ്റെ, ഒരു ചെറിയ ഡോക്യുമെൻ്ററി പോലെ കണ്ടതിൻ്റെ ഒരു കാഴ്ച ഈ ഒരു വിഷയത്തോട് ചേർന്ന് പറയുന്നത് നല്ലതായിരിക്കും എന്ന് കരുതിക്കൊണ്ടാണ് ഈ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. കാരണം നമ്മുടെ വിഷയം മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ക്രിസ്തുമസ് ഉണ്ടാകുന്നത് എന്നതാണ്. അതുകൊണ്ട് ഇവിടെ കോട്ടയം പയസ് മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓമന തോമസ് എന്ന് പറയുന്ന ചേച്ചിയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡോക്യുമെൻ്ററി ആയിരുന്നു, ചെറിയൊരു. അപ്പം അവിടെ പറഞ്ഞു വെക്കുന്നത്, ഈ ചേച്ചിയുടെ സ്വന്തം അപ്പനെയും അമ്മയെയും ചെറിയൊരു ബുദ്ധിപരമായിട്ട് പ്രശ്നമുള്ള സഹോദരനും താമസിക്കുന്ന വീട്ടിലേക്ക് തന്നെ കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ ഒരു ദിവസം യാത്ര ചെയ്ത് ഭക്ഷണവും ചുമന്നുകൊണ്ട് ഇവിടെ വന്ന്, അതായത് അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് വന്ന് ഭക്ഷണം ചുമന്നുകൊണ്ട് കൊടുക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് അന്ന് ആ ഒരു വീഡിയോ ക്ലിപ്പിലൂടെ കാണാനായിട്ട് സാധിച്ചത്. അപ്പം അച്ഛൻ ചിന്തിക്കുകയായിരുന്നു, അവർ ആ ഡോക്യുമെൻ്ററി ചെയ്തവർ പറഞ്ഞത് ഏകദേശം 63,000 കിലോമീറ്റർ ഈ ചേടത്തി കുറച്ച് നാളുകൾ കൊണ്ട് നടന്നിട്ടുണ്ട്. 63,000. ആ വീഡിയോ ക്ലിപ്പിൽ കാണാൻ സാധിക്കും, അവർ ഭക്ഷണ സാധനങ്ങൾ തലയിൽ ചുമന്നുകൊണ്ടും പിന്നെ എളിക്ക് വെച്ചുകൊണ്ടും
12 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ആ സ്ഥലം സൂചിപ്പിക്കുന്ന ഒരു പായ്സ് മൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് കയറ്റവും ഇറക്കവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ സുഗമമായിട്ട് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന പോലെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഇത്തിരി റിസ്ക് പിടിച്ചതും ഇത്തിരി കതപ്പ് വരാനും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുമുള്ളൊരിടമാണ്. അപ്പം അവിടേക്ക് ഈ സ്ത്രീ യാത്ര ചെയ്ത് എല്ലാ ദിവസവും 12 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ വന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും പ്രിയമുള്ളവരെ അതൊരു സ്വയമേ എടുത്ത ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. വേണമെങ്കിൽ ആ ചേട്ടത്തിക്ക് തീരുമാനമെടുക്കാമായിരുന്നു എല്ലാ ദിവസവും വരണ്ട, 2 3 അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ വന്നാൽ മതി എന്ന് കരുതാമായിരുന്നു. എങ്കിൽ പോലും ഇത്രയേറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്തുകൊണ്ട് ഈ ചേട്ടത്തി അവിടെ വന്ന് അമ്മയെയും അപ്പനെയും സഹോദരനെയും എല്ലാ ദിവസവും ശുശ്രൂഷ ചെയ്യുമെങ്കിൽ ഓർക്കുക, അതൊരു ചെറിയ കാര്യമല്ല. അവർ സ്വയമേ സ്വീകരിച്ച ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് അത്. അല്ലെങ്കിൽ അവർ തനിക്ക് ദൈവം നൽകിയ മാതാപിതാക്കളെയും സഹോദരനും വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗപ്രവൃത്തിയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇടങ്ങളിലാണ് ആര് ജനിക്കുന്നത്? യേശു ജനിക്കുന്നത്, ക്രിസ്തുമസ് ഉണ്ടാകുന്നത്. ഈ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത് ഇതേപോലെയൊക്കെ എൻ്റെ സമയവും എൻ്റെ വിയർപ്പും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോഴാണ് നമ്മുടെ ഇടയിൽ ക്രിസ്തുമസ് ഉണ്ടാകുന്നത്, ക്രിസ്തു ജനിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കുക, സാധിക്കുമെങ്കിൽ ഈ ഒരു സിനിമ ദ നേറ്റിവിറ്റി സ്റ്റോറി എന്ന സിനിമ നിങ്ങൾ ഈ ആഗമന കാലത്ത് കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസപിതാവും എത്രത്തോളം ത്യാഗം സഹിച്ചുവെന്ന്, അവരെത്രത്തോളം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ക്രിസ്തു ജനിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ ആ ഇടത്ത് ഈ ഒരു ആഗമന കാലത്ത് വളരെ പ്രത്യേകിച്ച് യേശുവിന് വേണ്ടി ഏറ്റവും പോസിറ്റീവായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലും നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ണീശോ പിറക്കും. അങ്ങനെ ഏറ്റവും നല്ല ഒരു ആഗമന കാലമായി മാറാൻ യേശു നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമുക്ക് അല്പനേരം ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കേട്ട തിരുവചനം പോലെ യേശുവേ, അങ്ങയുടെ തിരുപ്പിറവി പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസപിതാവിൻ്റെയും ഒക്കെ കുറേയേറെ അവർ പോസിറ്റീവായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പരസ്പരം ചെയ്തത് കൊണ്ടാണല്ലോ ഉണ്ണീശോ ബെത്ലഹേമിൽ പിറന്നത്. യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും ഞങ്ങൾ എവിടെയായിരിക്കുന്നു ആ ഇടങ്ങളെല്ലായിടത്തും ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിച്ച് സമയം കണ്ടെത്തി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വലിയ കൃപയും മനസ്സും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുകൊള്ളണമേ. ആമേൻ.